നൽകിയ നന്മകൾക്കെല്ലാം നന്ദി, വർണ്ണിപ്പനാവു പോരാ. ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ ശുഭസന്ദേശത്തിലേക്ക് സ്വാഗതം. ഈ സന്ദേശം ശ്രവിക്കുന്ന എല്ലാ ആദരണീയരും പ്രിയപ്പെട്ടവരുമായ ശ്രോതാക്കൾക്ക് ഞങ്ങളുടെ സ്നേഹം നിറഞ്ഞ വന്ദനം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കേവർക്കും ഞങ്ങളുടെ നവവത്സരാശംസകൾ. വിശുദ്ധ വേദപുസ്തകത്തിൽ എബ്രായർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായം 8-ാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ തന്നെ. കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് എഴുത്തുകാരൻ ഇവിടെ പറയുന്നത് അവൻ മാറ്റമില്ലാത്ത ദൈവമാണ് എന്നാണ്. അവൻ്റെ വ്യക്തിത്വം ഒരിക്കലും മാറാത്തതാണ്. അവൻ്റെ വാക്കുകൾ ഒരിക്കലും മാറുന്നില്ല. അവൻ്റെ വാഗ്ദാനങ്ങൾ ഒരിക്കലും മാറുന്നില്ല. അവൻ്റെ ശക്തി ഒരിക്കലും മാറുന്നില്ല. അവൻ്റെ ഉദ്ദേശങ്ങൾ ഒരിക്കലും മാറുന്നില്ല. അതുമാത്രമല്ല, അവൻ്റെ സംരക്ഷണം ഒരിക്കലും മാറാത്തതാണ്. കഴിഞ്ഞ വർഷം നമ്മെ വിട്ടുപിരിഞ്ഞു. എന്നാൽ വിവിധ വെല്ലുവിളികൾക്കിടയിൽ നിങ്ങളുടെ സ്വന്തം ആളുകളും അവരുടെ വാഗ്ദാനങ്ങളും നിങ്ങൾക്ക് അപൂർണമായി തോന്നിയിട്ടുണ്ടാകാം. എന്നാൽ നമ്മുടെ ദൈവമായ കർത്താവായ യേശുക്രിസ്തു ഒരിക്കലും മാറാത്തവനാണ്. കർത്താവിനെക്കുറിച്ച് ഒരു ഗായകൻ ഇപ്രകാരം പാടിയിട്ടുണ്ട്: പകലും രാത്രിയും വരുന്നു പോകുന്നു, കാലാവസ്ഥ മാറിക്കൊണ്ടിരിക്കുന്നു, എന്നാൽ മാറ്റമില്ലാത്തവൻ എൻ്റെ യേശു, എൻ്റെ പ്രിയതമനായ യേശു മാത്രം. കർത്താവായ യേശുക്രിസ്തു താൻ ഈ ഭൂമിയിലായിരുന്നപ്പോൾ തൻ്റെ മരണത്തെക്കുറിച്ച് താൻ തന്നെ മുൻകൂട്ടി പറഞ്ഞിരുന്നു. മനുഷ്യപുത്രൻ പാപികളുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുമെന്നും അവർ അവനെ ക്രൂശിൽ തറച്ചു കൊല്ലുമെന്നും എന്നാൽ 3-ാം ദിവസം മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കുമെന്നും അറിയിച്ചിരുന്നു. പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശുക്രിസ്തു പറഞ്ഞ കാര്യങ്ങൾ സംഭവിക്കുക തന്നെ ചെയ്തു. അതിന് മാറ്റമുണ്ടായില്ല. അതെ, ക്രൂശീകരണത്തിൻ്റെയും പുനരുത്ഥാനത്തിൻ്റെയും സന്ദേശം വളരെ വ്യക്തമായി നമ്മോട് പറയുന്നു. അവനിൽ വിശ്വസിച്ച് ആത്മരക്ഷ പ്രാപിക്കുന്ന ഏവർക്കും ദൈവമക്കളാകാൻ സാധിക്കും. സർവ്വമാനവരാശിയുടെയും പാപത്തിന് പരിഹാരം വരുത്തുവാൻ യേശുക്രിസ്തു നമുക്ക് പകരമായി മരിച്ചു, 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. തന്നിൽ വിശ്വസിച്ചവരെ ചേർപ്പാൻ അവൻ വീണ്ടും വരാൻ പോകുന്നു. താൻ പോയതുപോലെ മധ്യാകാശത്തിൽ വീണ്ടും വരും എന്ന് യേശു പ്രസ്താവിച്ചിട്ടുണ്ട്. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്കായി നിയമിച്ചിരിക്കുന്നു. ഈ പുതുവത്സരം നിങ്ങൾക്ക് ഒരു പുതിയ ജീവിതം, നിത്യജീവൻ പ്രാപിക്കാനുള്ള അവസരമായി മാറട്ടെ. പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാണ്. അവൻ നമ്മെ ഒരിക്കലും കൈവിടുകയില്ല, ഒരിക്കലും ഉപേക്ഷിക്കുകയുമില്ല. ഒരിക്കൽ കൂടി ഏവർക്കും പുതുവത്സരത്തിൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. നിങ്ങളുടെ പുതുവത്സരം ശുഭകരമായിരിക്കട്ടെ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.